എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. 4 ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. എത്ര തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് അതെങ്ങനെ നമുക്ക് വഴങ്ങുന്ന രീതിക്ക് മാറ്റിയെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എനിക്കും ഒട്ടും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയാതിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോവല്ലേ. മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കണം. നമുക്ക് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് കുരുങ്ങിയിട്ട് നമുക്ക് ആകെ മടുപ്പാവും. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുക. മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞ് നീറ്റായിട്ട് കോംബ് ചെയ്ത് വെക്കുക. കൊച്ചു കുട്ടികളാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയില്ലായിരിക്കും. സോ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഫുൾ ജടയും കളയുക. കാര്യം എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ ഇതുപോലെയായിരുന്നു. എനിക്ക് നന്നായിട്ട് ജട കളയാൻ അറിയില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. തീരെ കുഞ്ഞൊന്നും ആയിരുന്നില്ല കേട്ടോ. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് മുടി നന്നായിട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഓക്കെ, അത് വിടാം. ഇനി നമുക്ക് നമ്മുടെ മുടി കെട്ടുന്നതിലോട്ട് വരാം. സൈഡ് പാർട്ടീഷൻ എടുത്ത് ഏറ്റവും ചെറിയ സെക്ഷൻ വരില്ലേ, രണ്ടാമത്തെ സൈഡ്, ആ സൈഡിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ മുകളിൽ നിന്ന് മാത്രം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണേ. സ്റ്റാർട്ടിങ് മുതലേ ചുറ്റണം. ഒത്തിരി അങ്ങ് എൻഡിലോട്ട് കൊണ്ടുപോയിട്ട് ലൂസായിട്ട് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഭയങ്കര മെസ്സി ആയി പോകും കുറച്ച് കഴിയുമ്പോൾ. സോ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് തന്നെ ചുറ്റി കൊടുക്കുക. അപ്പോഴേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും കാണാനായിട്ട് പറ്റുള്ളൂ. അടുത്ത സെക്ഷൻ മുടി അതിൻ്റെ തൊട്ട് താഴെ നിന്ന് മാത്രം എടുക്കുക. ടോട്ടലി നമുക്ക് 3 സെക്ഷൻ വരണം. ഇത് ഞാൻ ആദ്യം കെട്ടുന്ന സമയത്ത് എനിക്ക് 3 സെക്ഷൻ വരത്തില്ലായിരുന്നു. 2 സെക്ഷനിലൊക്കെ വരണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് മുടിയെടുത്ത് തുടങ്ങിയപ്പോഴേക്കും 3 സെക്ഷനായിട്ട് ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റി തുടങ്ങിയത്. ആക്ച്വലി നമ്മളിത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ മുകളിൽ വെച്ചിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ ബാക്കിലുള്ള മുടിയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ട് വേണം ക്ലിപ്പ് ചെയ്യാനായിട്ട്. 3 ടിക് ടാക്ക് പിന്നൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഓഡ് ലുക്കാണ്. പണ്ടൊക്കെ ഇത് ഇങ്ങനെ വെക്കുമായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഒട്ടും നല്ലതല്ല കേട്ടോ. അത് ആക്ച്വലി മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നായികമാരൊക്കെ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് മുടിയെടുത്ത് ബാക്കിലുള്ള മുടിയുടെ അകത്തോട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവരിത് എങ്ങനെയാണ് മുടി കെട്ടിയിരിക്കുന്നതെന്നൊക്കെ. പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലോഡ് പിന്നിങ്ങനെ ടിക് ടാക്ക് പിന്നെ വെക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ എനിക്കതങ്ങനെ ഇഷ്ടമല്ല. സോ നമുക്കത് അതിൻ്റെ അകത്തോട്ടാക്കി വെച്ച് കൊടുത്താൽ മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ അഴിച്ചിട്ടിട്ട് ഒരു പാർട്ടി ഫംഗ്ഷൻ ലുക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ മെടഞ്ഞിട്ടിട്ട് അങ്ങനെയും ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാവുന്നതാണ്. അടിപൊളി ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ മുഖത്തിന് നല്ല ഒരു ലുക്ക് തരും. നമ്മളൊരു പാറ്റേൺ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പണിയെടുത്ത് ഒരുങ്ങിയ മാതിരി എന്തായാലും തോന്നും. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് ചേരുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിനെ മാറ്റി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് സൈഡ് പാർട്ടീഷൻ തന്നെ എടുത്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് നിങ്ങൾക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്തും ചെയ്യാം. എനിക്കിത് കുറച്ച് സ്യൂട്ട് ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് പാർട്ടീഷൻ എടുത്ത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാണ്. ഇത് ആക്ച്വലി വളരെ കോമൺ ആണ്. എന്നിരുന്നാലും നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെ എടുക്കുക. ഒരു സെക്ഷൻ മുടി, നമ്മുടെ വലിയ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് എടുക്കുന്നത് മുടി. ഒരു ചെറിയ പാർട്ട് മുടി എടുത്തതിന് ശേഷം മെടഞ്ഞു കൊടുക്കുക. 2 തവണ ഇങ്ങനെ പിന്നി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മുടിയെടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. കാര്യം ഒറ്റ തവണ മാത്രം പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൂസായി പോകും. എൻ്റെ മുടി കണ്ടാലേ നിങ്ങൾക്ക് അറിയാം, ഒട്ടും ഒതുക്കമില്ലാത്ത ഇങ്ങനെ പെട്ടെന്ന് ചറുകിപ്പോകുന്ന ഒരു മുടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ 2 പിന്നലിടും. അപ്പോഴേക്കും നന്നായിട്ട് അതൊന്ന് ഹോൾഡ് ആവുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പതുക്കെ പറഞ്ഞു തരാം അല്ലേ, അതല്ലേ കുറച്ചുകൂടെ നല്ലതാവുക. ഓക്കെ, ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടുല്ലോ. ആദ്യം ഒരു സെക്ഷൻ മുടിയെടുത്ത് പിന്നി, എന്നിട്ട് ആ ഓരോ സൈഡ് വരുമ്പോൾ നമ്മളിങ്ങനെ പിന്നി കൊടുക്കൂലേ, അതിൻ്റെ കൂടെ ഈ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തോട്ടുനിന്ന് മുടി ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് നടുവിൽ വരുന്ന മുടിയുണ്ടല്ലോ, നടുവിൽ വരുന്ന മുടി ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ നിന്ന് കുറച്ച് മുടി എക്സ്ട്രാ ആയിട്ട് ഞാൻ എടുക്കും. കണ്ടോ, ഇതുപോലെ സൈഡിലുള്ളതിനോട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ പിന്നുന്ന സമയത്ത് ഈ നടുവിലുള്ള മുടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അകത്ത് നമ്മുടെ തലയിൽ നിന്ന് ചേർത്തിട്ട് മുടി ഫുള്ളായിട്ട് എടുക്കുക. ഇല്ലെങ്കിൽ ലൂസായി പോവും. ഏറ്റവും അവസാനം നമ്മൾ പിന്നി വരുമ്പോൾ മുടിയുടെ കട്ടിയും കുറയും, നന്നായിട്ടിങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയിൽ നിന്ന് ചേർത്ത് മുടി എടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക്
ലൂസായി പോകും മുടി. നമുക്കങ്ങനെ രാവിലെ കെട്ടിയിട്ട് പോയാൽ നമ്മുടെ ഫംഗ്ഷനോ പാർട്ടിയോ ഉച്ചയെങ്കിലും വൈകുന്നേരം വരെയൊക്കെ ഇരിക്കണ്ടേ. അതുകൊണ്ടാണ് നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നടുവൊന്ന് മുടിയെടുക്കുക. ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഞാൻ പിന്നെ ഈ വീഡിയോ കാണത്തില്ലല്ലോ. അപ്പം ഒട്ടും അറിയാത്തവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. ഞാൻ പറയണതും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ ഏറ്റവും തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഈ ഒരു പിന്നി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ട്വിസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഈ സംഭവം ഒന്ന് ചെയ്ത് നോക്കുക. ട്വിസ്റ്റ് ചെയ്ത് സൈഡിലുള്ള മുടി ആ ട്വിസ്റ്റിൻ്റെ കൂടെ കയറ്റി വെച്ച് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സൂപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം അത് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് തീരെ അറിയാൻ പാടില്ലാത്തവർ ചെയ്ത് തുടങ്ങിയാൽ മതി. എളുപ്പത്തിൽ പറ്റും. ഒരു തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോവാം. പല തരത്തിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വിടാം. എന്നിട്ട് നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ പോവാം. പക്ഷെ നിങ്ങൾ ഒറ്റ സൈഡാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഏതാണോ ചേരുന്നത് അത് നോക്കി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് വലത് സൈഡാണോ ഇടത് സൈഡാണോ നിങ്ങളുടെ ഫേസിന് ചേരുന്നത് അത് നോക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ. ചെറിയ സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഭംഗി, വലിയ സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഭംഗി. അത് നോക്കുക. പിന്നെ കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചുരുട്ടിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യാം. കുറച്ച് ഫാഷനൊക്കെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിലും കൂടെ അതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ കണ്ടോ നേരത്തെ ചെയ്ത ഹെയർ സ്റ്റൈലും ഇതുപോലെ നമുക്ക് നമ്മുടെ മുടിയുടെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് മുടി ബാക്കിലോട്ടൊക്കെ നന്നായിട്ട് ചീകിടാതെ പോരുത്. കാര്യം നമ്മൾ ഇത്രയും പണി ചെയ്തതുകൊണ്ട് മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അത് മാറ്റി നല്ല നീറ്റായിട്ടുള്ള ഒരു ലുക്ക് തരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ വേണമെങ്കിലും വച്ചേക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു ഹെയർ സ്റ്റൈൽ എത്ര സിമ്പിളാണെന്നുള്ള കാര്യം. ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ റെഡിയാവുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കെട്ടിവെക്കാം. ഇപ്പം നമ്മൾ അഴിച്ചല്ലിട്ടേക്കുന്നത് എല്ലാവർക്കും ലൂസ് ഫ്രീ ഹെയർ സ്റ്റൈൽ ഇഷ്ടമാവണമെന്നോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഒന്നും ആയിരിക്കില്ലല്ലോ. മുടി കെട്ടിവെക്കണം എന്ന് തോന്നിയാൽ ഇതുപോലെ ഈ ഒരു ഹെയർ സ്റ്റൈൽ മുകളിൽ ചെയ്തിട്ട് താഴെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മെടഞ്ഞ് പിന്നിയൊക്കെ ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. പൂ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റി പൂ വയ്ക്കുന്നതും നല്ല ഭംഗിയാണ്. സാരിക്കൊപ്പം പട്ടുപാവാടയ്ക്കൊപ്പം ഒക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളിയായിരിക്കും. മുടി ഇങ്ങനെ പിന്നിയിട്ടിട്ട് നമ്മൾ ബണ്ണിടൂലേ ഏറ്റവും ലാസ്റ്റ്, അവിടെ മാത്രം നിങ്ങൾ പൂ വയ്ക്കുന്നതും അടിപൊളിയായിരിക്കും കേട്ടോ. ആ ബണ്ണ് പോലെ ഇങ്ങനെ ചുറ്റിയിട്ട് മുല്ലപ്പൂ വയ്ക്കുന്നത് സൂപ്പറാണ്. അപ്പോൾ ഞാനിവിടെ നോർമൽ ആയിട്ടാണ് പിന്നി കൊടുത്തത്. നിങ്ങൾക്ക് ഫിഷ് ടെയിൽ ബ്രെയ്ഡ് ഉണ്ടല്ലോ 1000 പിന്നൽ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഓക്കെ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സൂപ്പറാണ് കേട്ടോ. നല്ല ലുക്ക് തരുന്ന ഹെയർ സ്റ്റൈൽസ് ആണ്. ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ മിസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് പറഞ്ഞു തരാവേ. എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. കണ്ടോ, നമ്മൾ അടിയിലോട്ട് വെച്ച് പിൻ ചെയ്തതുകൊണ്ട് നമ്മുടെ ക്ലിപ്പൊന്നും കാണുന്നില്ല. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ മുടി കെട്ടി വെച്ചത്. എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടേത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.